ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചത്തെ ഒരു ദിവസത്തെ ചെറിയൊരു വീഡിയോയാണ് എടുത്തത്. വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമുക്ക് ചിക്കനാണ് വാങ്ങിച്ചത്, ബീഫ് മേടിച്ചില്ല, ഇന്ന് ചിക്കനാണ് മേടിച്ചത്. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും പിന്നെ ചോറുണ്ട്, പപ്പടമുണ്ട്, മരിച്ചിനിയുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇതെല്ലാം കൂടെയാണ് ഇന്ന് കഴിക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് വെക്കണത് എൻ്റെ ഒരു ഇതത്തിന്, അതായത് ഞാൻ പല രീതിയിൽ ചിക്കൻ കറി വയ്ക്കും, പക്ഷേ ഇന്ന് ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ടൊരു ഇതിലാണ് ചിക്കൻ കറി വയ്ക്കണത് കേട്ടോ, എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ പിന്നെ ചിക്കൻ വേവിക്കണേക്ക് നമ്മൾ ആദ്യം സാധാ വേവിക്കും പോലെയൊക്കെ തന്നെ, അതിൽ അരപ്പ് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വരണത് കേട്ടോ. അപ്പം ചിക്കൻ കറി വെക്കണത് നമ്മൾ സാധാ ചിക്കൻ കറി വയ്ക്കും പോലെ തന്നെയാണ്. പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ നമ്മളെങ്ങനെയാണ് വയ്ക്കുന്നത് അതേപോലെ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇറച്ചിയെല്ലാം ഇട്ട് വഴറ്റി ആ ഇറച്ചിയും ഈ എണ്ണയിലും ഇതിൻ്റെ ആവിയിൽ നിന്ന് വേവണം, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വേവണം. അതേപോലെയൊക്കെ തന്നെയാണ് ഞാൻ വെക്കണത്. പിന്നെ അരപ്പിൽ മാത്രമാണ് വ്യത്യാസം വരണത്. അത് എനിക്ക് ചെറിയൊരിതിൽ ഞാൻ ചെയ്യണതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് പിന്നെ ഇതുപോലെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് അതിനും കൂടെ അരപ്പ് ഇതിൽ കൂടെ തന്നെ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ അതും ചെയ്യാം. അപ്പം രണ്ടും മൊത്തങ്ങ് നടക്കുമല്ല, ചിക്കൻ കറിയും ഒരിടത്ത് നടക്കും, ചിക്കൻ പൊരിക്കാനുള്ളതും റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അത് കുറച്ച് നേരം അരപ്പ് പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണതേ. അപ്പോൾ ചിക്കൻ നമ്മളിങ്ങനെ നല്ലോണം വെന്ത് അതിൻ്റെ ആ വെള്ളം നീരാവിയൊക്കെ നിന്നിട്ട് വെള്ളം ഇറങ്ങി നല്ല വേവോളം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നല്ല വലിയൊരു 2 തക്കാളി എടുക്കണം. ഞാൻ 2 തക്കാളിയാണ് എടുക്കണം, ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരണം എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ പൊടികളെല്ലാം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ പൊടിയും ഇട്ടിട്ട് അതൊന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ തക്കാളി അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇതിൽ വീറ്റി നല്ലോണം പിന്നെ ആ എണ്ണയിൽ ഈ തക്കാളിയുടെ പേസ്റ്റ് കിടന്ന് നല്ല വൃത്തിയായിട്ട് ആ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണയിൽ കിടന്നൊരു മൂക്കണ്ട ഒരു ഇതായാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നല്ലോണം നമുക്ക് കുറച്ച് നേരം ചെറിയ തീയിലിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും അത് നല്ല കുഴമ്പ് കണക്കാവും കേട്ടോ. അതായത് ആ കറി ഇതിലോട്ട് വീഴ്ത്തി അതിൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് നമ്മൾ ചിക്കൻ കറിയിലോട്ട് വീഴ്ത്തി ചിക്കൻ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ചിക്കനല്ല, ഞാൻ ബീഫിലും ഇങ്ങനെ തന്നെ ചെയ്യണത്. ഇപ്പം ബീഫിലും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പം ഇതേപോലെ തന്നെ ചെയ്യും. പക്ഷെ നല്ല രുചിയാണ്. തക്കാളി നമ്മൾ അല്ലാതെ ചേർക്കുന്നതിനേക്കാളും പീസാക്കിയിട്ട് വേവിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇട്ടാൽ നല്ല രുചിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. ഇതുപോലെ ചിക്കൻ കറി വെച്ച് ഒരു ദിവസം ചിക്കൻ കറി ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാ ഇതുപോലെ തന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ പൊരിച്ച് എണ്ണയൊക്കെ വീട്ടി ചിക്കനൊക്കെ പൊരിച്ച് അടിപൊളിയായിട്ടൊരു ചോറും. അപ്പോഴേ ഞാൻ വീഡിയോ എടുക്കുന്നതും പിന്നെ പാചകം ചെയ്യുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് ഒരു പാട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. പിന്നെ നോക്കട്ടെ, ഇൻഷാ അള്ളാ ഇനി അടുത്ത വേറൊരു ദിവസം ഒരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിഞ്ഞുകൂടാ, അതാണ് കുഴപ്പം. എന്നാലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോ എടുത്ത്. അസ്സലാമു അലൈക്കും.